ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. സർക്കാരിൻ്റെ ആ പ്രഖ്യാപനം പൊതുജനം അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാകുന്ന കാഴ്ചകൾ നമുക്കത്ര പുതിയതുമല്ല. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പൊടിപിടിച്ച് കിടക്കുന്നത് 3 ലക്ഷത്തോളം ഫയലുകളാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഔദ്യോഗിക കണക്കാണിത്. കൂടുതൽ ഫയൽ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ വകുപ്പിലാണ്. 1.68 ലക്ഷം ഫയലുകൾ. സെക്രട്ടേറിയറ്റിൽ പ്രതിമാസം ശരാശരി 20,000 ഫയലുകൾ പുതുതായി എത്തുന്നുണ്ട് എന്നാണ് കണക്ക്. സംസ്ഥാനത്തെ ഫയൽ നീക്കത്തിൽ പ്രഖ്യാപനങ്ങൾ പലതുണ്ടായെങ്കിലും ഒന്നും യാഥാർത്ഥ്യമായില്ല. ഫയൽ തീർപ്പാക്കൽ യജ്ഞം വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും അതും നിലച്ചു. ഫയലും ജീവിതവും തമ്മിലുള്ള ബന്ധം നമ്മെ ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി തന്നെ അത് തുറന്ന് സമ്മതിക്കുന്നു. മെയ് മാസത്തെ കണക്ക് പ്രകാരം 2,99,425 ഫയലുകളാണ് സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് മുന്നിൽ, 1.68 ലക്ഷം ഫയലുകൾ. തൊട്ടുപിന്നിൽ പൊതുവിദ്യാഭ്യാസമാണ്, 35,000 ഫയലുകൾ. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് 3-ാം സ്ഥാനത്ത്, 20,000 ഫയലുകൾ. റവന്യൂ വകുപ്പിൽ 18,000-ഉം ആരോഗ്യവകുപ്പിൽ 15,000-ഉം എന്നിങ്ങനെയാണ് മറ്റ് കണക്കുകൾ. ഭരണതലത്തിലെ നൂലാമാലകളും ചുവപ്പ് നാടയും കീഴ്വഴക്കങ്ങളുമാണ് ഫയൽ നീക്കം ഇഴഞ്ഞു നീങ്ങാൻ കാരണം. തീരുമാനമെടുക്കാനുള്ള അധികാരപരിധി മുകൾ തട്ടിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള സംവിധാനവും ഫയൽ നീക്കത്തിന് തടസ്സമാകുന്നുണ്ട്. സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കുമിടയിൽ 2 തട്ടേ പാടുള്ളൂവെന്നാണ് സർക്കാർ ഉത്തരവ്. പൊതുഭരണ വകുപ്പിലടക്കം ഇത് നടപ്പാക്കി. എന്നാൽ ധനവകുപ്പിലെ ഭൂരിപക്ഷം സെക്ഷനുകളിലും 3 മുതൽ 5 തട്ടുകൾ വരെയുണ്ട്. ഇതാണ് ഫയൽ കുന്നുകൂടുന്നതിന് കാരണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ ഉദ്യോഗസ്ഥ അലംഭാവമുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. സർക്കാരിന് അത് ബോധ്യപ്പെട്ടിട്ടും നടപടി എങ്ങുമെത്തിയില്ല. പൊടിപിടിച്ച് കിടക്കുന്ന ഫയലുകളിൽ അനേക ജീവിതങ്ങൾ കാത്തിരിപ്പ് തുടരുകയാണ്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.